ചായയുടെ ഇരുന്നടിയല്ലേ അത് കറക്കി ചായടി ഇരുന്നടി അത് അടിപൊളിയാണ്. ഒരടിയും കാണാം, ചായയും കുടിക്കാം. ഈ സ്റ്റൈല്, ചായ അടിക്കുന്ന സ്റ്റൈല് കാണാൻ തന്നെ പല ആളുകളും വരുന്നുണ്ട് ഇവിടെ. വെറും അടിയല്ല, പവർഫുൾ അടിയാണ്, ഇരുന്നടിയാണ്. अच्छा वाला चाय, अच्छा वाला हम लोग क्रोस होता है इधर पीने के लिए. ഒന്നുമില്ലപ്പാ, നമ്മൾ സാധാരണ രീതിയിൽ അടിക്കുന്നത്. പക്ഷേ അതെല്ലാം ജനങ്ങൾക്ക് കാണുമ്പോൾ ഒരു അതിശയം തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മൾ മോശമാക്കില്ല, നേരം ഒന്നും കൂടി സ്പീഡാക്കും. ചായയുടെ ഇരുന്നടിയല്ലേ അത് കറക്കി ചായടി ഇരുന്നടി അത് അടിപൊളിയാണ്. ഇവിടുത്തെ ചായകൾ നല്ല സൂപ്പർ ചായയാണ്. ചായക്കിന് ഇവിടെ ഫുള്ള് ബ്ലോക്കാണ് റോഡെല്ലാം, അങ്ങനെ ആൾക്കാർ വരും. ചായ പിന്നെ പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ നമ്മളേതായ ഒരു ചേരുവകൾ കൂടെ ഒന്ന് ചേർത്ത് ഒന്ന് നല്ല മൊഞ്ചാക്കിയിട്ട് കൊടുക്കും. അത് കുടിച്ചാൽ തന്നെ പിന്നെ പോവില്ല. പിന്നെ ഈ അടിയും കൂടിയും കാണുമ്പോൾ ആളുകൾ നമ്മൾ വിട്ടു പോവില്ല, തന്നെ പിന്നെ വരും. എൻ്റെ പേര് സ്മിനോജ്. ഇതാണ് മലബാറുകാരുടെ ഏറ്റവും പ്രിയപ്പെട്ട കല്ലുമ്മക്കായി. ചായയും കല്ലുമ്മക്കായും ഒരു ഒടുക്കത്തെ കോമ്പിനേഷനാണ് ഗൈസ്. 10 മില്യൺ അടിച്ച് മെഞ്ഞാന്ന് 3-4 ദിവസം മുമ്പിട്ട് ഒരു 10 മില്യൻ്റെ കേക്കെല്ലാം മുറിച്ചിട്ടുണ്ട് ഇവിടുന്ന്. ഇവിടെ വന്നിട്ട് വേറെ ടീം വന്നിട്ട് കേക്കൊക്കെ മുറിച്ചിട്ട് പോയി. അതും വീഡിയോ ഒക്കെ എടുത്തിട്ട് പോയിട്ടുണ്ട്. ഒന്നുമില്ല. പിന്നെ ചായ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാം നല്ല തിളച്ചിട്ട്, പാലും എല്ലാം തിളച്ചിട്ടാകുമ്പോൾ പിന്നെ അതിന് നല്ല അതിൻ്റേതായ രീതിയിൽ ഓരോരുത്തർക്ക് ഓരോ മോഡൽ ചായ ആയിരിക്കും. അപ്പോൾ ഓരോരുത്തർ എന്താ വെച്ചാൽ ഇവിടെ വരുന്ന ടീമിനെല്ലാം നമുക്കറിയാം ഇന്നേ ചായ വേണം. തിരക്ക് നല്ല തിരക്കുണ്ടാവും. എപ്പം നോക്കിയാലും അതെല്ലാം നമ്മൾ മര്യാദ കൊടുത്താൽ ഇവിടുന്ന് ആൾ വരുമല്ലോ. അതുപോലെ എത്തും. പല ദൂരെ നിന്നോ പല ആൾക്കാരും രാവിലെ എല്ലാം കുറേ ആൾ വന്നിന്. അപ്പോൾ മോശമില്ലാണ്ട് അടിച്ചു കൊടുക്കുന്നത്. കട 6 മണി മുതൽ ചോറുണ്ട്, ബിരിയാണി ഉണ്ട്, സാധാരണ രാവിലത്തെ പൊറോട്ടയും കറിയും പറ്റുന്ന എല്ലാ പലഹാരങ്ങളും കടി ഒത്തിരി ഉണ്ടാവും. എന്നുവെച്ചാൽ കോഴിക്കറി, പഴംപൊരി, ഉള്ളിവട, പക്കുവട, ഇങ്ങനെ റൊട്ടി വെച്ച് കൽമാസ്, ഇങ്ങനെ പലതും ഉണ്ടാവും ഐറ്റങ്ങൾ. കല്ലുമ്മക്കായി അങ്ങനെ ഇന്നേതൊന്നുമില്ല, ഒരു കുറേ ഐറ്റം ഉണ്ടാവും. ഫസ്റ്റ് അച്ഛനേനു കുറച്ച് കാലം കഴിഞ്ഞൊരച്ഛൻ പിന്നെ സുഖമില്ലേനു. പിന്നെ അങ്ങനെ കുറച്ച് കാലം കിടപ്പില്ലായി, അങ്ങനെ മരണപ്പെട്ട് പിന്നെ ഞാൻ ഏറ്റു. ആദ്യം അച്ഛനേനു നടത്തല് അപ്പുറത്തുള്ളവരോ നടന്നു. പിന്നെ അച്ഛന് സുഖമില്ലാണ്ടേ കുറച്ച് കാലം പിന്നെ വരാനാവില്ല. പിന്നെ യാദൃശ്യമായി മരണപ്പെട്ട് പിന്നെ ഞാൻ തന്നെ ഏറ്റെടുത്ത്. എന്തായാലും നിങ്ങൾ ഈ ഒരു പവർഫുൾ അടിയൊന്നും വേണം, അടിച്ചായ നമുക്ക് എടുത്താലേ ഒന്നാലും ഞെട്ടിച്ചാലേ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.